വൈഫ് ഉറക്കാം. ഞാൻ അവളെ തട്ടി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനേ വേഗം പോവാം, ആശുപത്രിയിലേക്ക് പോവാം, നെഞ്ചുവേദന എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ പറഞ്ഞു നീയൊക്കെ പിന്നെ വന്നേരം ഞാൻ പോവാം, ജീവൻ വേണ്ടതുകൊണ്ട് ഞാൻ വേഗം പോകുന്നു. ഞാൻ നെടിഞ്ഞ് തന്നെ DSP ആണല്ലോ, അപ്പോൾ കുനിഞ്ഞൊന്നും ചെല്ലാൻ പാടില്ല, വേദന പിടിച്ച് നെടിഞ്ഞ് നടന്നങ്ങോട്ട് ഞാനിപ്പോൾ തന്നെ പടമാകും എന്ന് പറഞ്ഞ് ഞാൻ സ്ട്രക്ചറിലോട്ട് ചാടിക്കിടന്നു. നേരെ ഇവിടെ എന്നെ ഉണ്ടിക്കൊണ്ട് പോയി. തൊടുപുഴ DYSP PK സാബുവാണ്. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം നടത്തി, അത് വലിയ വൈറലായി. ഒരു രാത്രി 2:10 മണിയോടുകൂടി എനിക്ക് അതിശക്തമായ നെഞ്ചുവേദന ഉണ്ടായി. വൈഫിനെ ചെന്ന് തട്ടി. അപ്പോൾ അവരെ നിദ്രയെ ഭംഗപ്പെടുത്തരുത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ വൈഫിനോട് പറഞ്ഞ് നെഞ്ചുവേദന എടുക്കണം, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വേഗം ചാടിയിട്ട് ഞാൻ വരട്ടെ, ഞാൻ പറഞ്ഞു വേണ്ട, നീയൊക്കെ ഒരുങ്ങി വരുമ്പോൾ എൻ്റെ ജീവൻ പോവും, ഞാൻ വേഗം പോകാമെന്ന് പറഞ്ഞ് കാറെടുത്തുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് കൂടി ചെന്നു. അപ്പം ഞാനോർത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥരല്ലേ, ഞാൻ കുനിഞ്ഞും തളർന്നുമൊക്കെ ചെല്ലാൻ പറ്റില്ല. അപ്പം ഞാൻ നല്ല നെളിഞ്ഞ് നെഞ്ചുവേദനയോട് കൂടി തന്നെ നെളിഞ്ഞ് തന്നെ നേരെ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു സാറേ ആരെ അമ്മയാണോ? ഞാൻ പറഞ്ഞു അമ്മയല്ല, ശക്തമായ നെഞ്ചുവേദന, ഞാനിപ്പോൾ പടമാവും, എന്നെ വേഗം ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ സ്ട്രക്ചറിലേക്ക് ഞാൻ തന്നെ ചാടി കിടക്കുകയായിരുന്നു. പെട്ടെന്ന് അവർ കൊണ്ടുപോയി പരിശോധിച്ച് അപ്പോൾ 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്ത് ഞാൻ റെസ്റ്റിന് ശേഷം വന്നപ്പോൾ ഇവിടെ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ ഒരു ജില്ലാ സമ്മേളനം ഉദ്ഘാടനത്തിന് വിളിച്ച്. ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞിട്ട് ഞാനത് കൺക്ലൂഡ് ചെയ്യുന്ന സമയം ഞാൻ കയറി വന്നപ്പോൾ അവർ ചോദിച്ചിരുന്നു സാറിൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ ആയിരുന്നു എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് തോന്നി എൻ്റെ പ്രായത്തിലുള്ള സമപ്രായക്കാരാണ് കൂടുതലും ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ അത് തമാശ നർമ്മ രൂപത്തിൽ പറഞ്ഞാൽ പെട്ടെന്ന് അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് അവരോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവരോട് സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഒരു നെഞ്ചരിച്ചലോ നെഞ്ചുവേദന ഉണ്ടായാൽ അത് നിസ്സാരമായി കാണരുത്. കാരണം 2 നേരം വ്യായാമം ചെയ്യുന്ന ദുശീലങ്ങളൊന്നും ഇല്ലാത്ത എനിക്ക് ഈ ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ ആർക്കും വരാം. പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമയം പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ്.